ഓക്കെ, ബന്ദി ഒന്നുമില്ല, വെറുതെ ഇസ്രയേൽ കയറി ആ സാധനം പിടിച്ചെടുക്കുകയാണെങ്കിൽ അധിനിവേശം. റഷ്യ ചെയ്തോണം, പക്ക അധിനിവേശം, പക്ക. എത്ര കെ അതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു 10 വേണേ ഇടാം. പക്ഷെ ഇതെന്താണ്, ഒന്ന് അങ്ങോട്ട് പോയി അവരുടെ വീട്ടിൽ ചെന്ന് കൊള്ളയും കൊലപാതകവും റേപ്പും, എല്ലാ റേപ്പും ഉണ്ട്. പുരുഷൻ വെച്ച് റേപ്പ് ചെയ്യുന്നു, സ്ത്രീയെ പുരുഷൻ വെച്ച് റേപ്പ് ചെയ്യുന്നു, എല്ലാ ഓൾ ചേഞ്ചസും ഉള്ളത്. മൊത്തം പുസ്തകപരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീം. എന്നിട്ട് അത്രയും വലിയ ഒരു ദുരന്തം അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ ബാക്കിയിരിക്കുന്ന ആളുകളെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. വലിച്ചഴിക്കും, മുടിക്ക് കുത്തിപ്പിടിച്ചും, തുപ്പിയും ചാവുട്ടിയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? UN പറയുന്നത് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി പിടിക്കാനൊന്നും പാടില്ല. പിന്നെ എന്താ വേണ്ടത് എന്ന് ഇതുവരെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഒക്ടോബർ 7 ശേഷമുള്ള എന്താണ് ഇസ്രയേൽ ചെയ്യേണ്ടതെന്ന് ഒരുത്തരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നത് ഇസ്രയേൽ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയില്ല, ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഹമാസിന്റെ കൂടെയാണ്. ഹമാസ് എന്ത് ചെയ്താലും അത് വളരെ നല്ലതാണ്. എന്തും ചെയ്യാം അവർക്ക്. എൻ്റെ അമ്മയെ വന്ന് വേണേലും എൻ്റെ മാതൃഹത്യ നടത്തിയാലും ഹമാസ് ചെയ്തത് നന്നായെന്നേ ഞാൻ പറയും. കാരണം എന്താണ്? എൻ്റെ ലെവൽ അതാണ്. എനിക്കത് കൂടുതലൊന്നും പറയാനില്ല. ധാർമ്മികമായും രാഷ്ട്രീയപരമായും ബൗദ്ധികമായും എൻ്റെ ലെവൽ അതാണ്. ഞാനും മനുഷ്യനാണ് എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു പലരും മനുഷ്യരല്ലെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികം, നാച്ചുറൽ.